ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ ബൈബിൾ സ്റ്റഡി ആരംഭിക്കാം. കടന്നു വന്ന എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയും സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, രാത്രിയിലും ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് കൂടി വരുവാനായിട്ട് അവിടുന്ന് സഹായിച്ചതോർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു. തിരുവചനത്തിന്റെ ചുറ്റുമായിരിക്കുമ്പോൾ അങ്ങയുടെ വചനം ഐശ്വര്യമായി ഞങ്ങൾക്ക് നൽകണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ, അങ്ങയുടെ വചനം യഥാർത്ഥമായി ഗ്രഹിപ്പാൻ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ നിലനിന്ന് ഫലം ചെയ്യുവാൻ, കേൾക്കുന്ന വചനം, ഗ്രഹിക്കുന്ന വചനം അനുസരിപ്പാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളെല്ലാവരെയും ബലപ്പെടുത്തണം, സഹായിക്കണം. അതിനായിട്ട് ഒരുക്കണം. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തീകരിക്കണം, വചനം കേൾക്കുവാനും ഗ്രഹിപ്പാനും അത് പിന്നീട് ജീവിതത്തിന്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഓർക്കുവാനുമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, അങ്ങ് ആ വചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ അത് നല്ല ഹൃദയത്തോടെ, സന്മനസ്സോടെ ആ വചനത്തെ അനുസരിപ്പാനായിട്ടും ഞങ്ങളെ സഹായിക്കണം. കടന്നു വന്ന എല്ലാവർക്കായും സ്തോത്രം. അടിയനെയും ബലപ്പെടുത്തിക്കാട്ട്, ക്രൂസിന്റെ മറവിൽ നിർത്തിക്കാട്ട്, മഹത്വം തിരുമേനി എടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. ആമേൻ. നമ്മള് തീമോഥെയോസിന്റെ 1-ാം ലേഖനം അവസാനത്തെ അധ്യായത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. തീമോഥെയോസിന്റെ ലേഖനം തുടക്കത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവത്തിന്റെ സഭയിൽ എപ്രകാരമാണ് ആ സഭയുടെ മൂപ്പനായിട്ട് നിയോഗിക്കപ്പെട്ട തീമോഥെയോസ് എപ്രകാരം ആ സഭയെ നടത്തണമെന്നും എപ്രകാരം പെരുമാറണമെന്നും ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ള, അതിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന, ഉപദേശങ്ങൾ കൊടുക്കുന്ന ഒരു ലേഖനമാണ് തീമോഥെയോസിന്റെ 1-ാം ലേഖനം. ഇടയ ലേഖനങ്ങൾ പൊതുവെ അങ്ങനെ തന്നെയാണ്. അതിൽ പ്രത്യേകിച്ചും ഈ ലേഖനത്തിൽ അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ദൈവത്തിന്റെ സഭയിൽ എങ്ങനെ നടക്കേണ്ടതെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു എന്ന് നാം ആദ്യ അധ്യായങ്ങളിൽ വായിക്കുന്നുണ്ടല്ലോ. ഇവിടെയും 6-ാം അധ്യായത്തില് സഭയിലെ വിവിധ സാമൂഹ്യ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവര്, വിവിധ സാമ്പത്തിക ശ്രേണിയിൽ നിന്നുള്ളവരൊക്കെ സഭയിൽ അംഗങ്ങളായിട്ടുണ്ട്. മാത്രമല്ല പല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, സാംസ്കാരിക പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവരും സഭയിൽ അംഗങ്ങളായിട്ടുണ്ട്. അങ്ങനെ സഭയിൽ വിവിധ തരക്കാരായ വർഗ വ്യത്യാസങ്ങള്, വർണ്ണ വ്യത്യാസങ്ങള്, സാമ്പത്തിക വ്യത്യാസങ്ങളൊക്കെ ഉള്ള ഓരോ വിഭാഗങ്ങളുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ ശുശ്രൂഷ എപ്രകാരം നിർവഹിക്കണം എന്ന് തീമോഥെയോസിന് ഉപദേശം നൽകുന്ന ഒരു അധ്യായമാണ് 1 തീമോഥെയോസ് 6-ാം അധ്യായം എന്ന് പറയുന്നത്. ഇവിടെ ഒരു പട്ടാള മേധാവി തന്റെ കീഴിലുള്ള ഒരു പട്ടാളക്കാരന് അല്ലെങ്കിൽ ഒരു കീഴ് ഉദ്യോഗസ്ഥന് നിർദ്ദേശം കൊടുക്കുന്നത് പോലെയാണ് അപ്പോസ്തലനായ പൗലോസ് ഈ അധ്യായങ്ങളിലൊക്കെ, പ്രത്യേകിച്ചും ഈ ലേഖനത്തില് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. 6-ന്റെ 13-ാമത്തെ വാക്യത്തില് നീ നിഷ്കളങ്കനും നിരപവാദ്യനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം എന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാരം കഴിച്ച ക്രിസ്തു യേശുവിനെയും സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. അപ്പൊ അവിടെ പറയുന്ന ഐ ചാർജ് യു ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്. അപ്പൊ ഒരു പട്ടാള മേധാവി തന്റെ കീഴിലുള്ള ഒരു പടയാളിക്ക്, ഒരു പട്ടാളക്കാരന് നിർദ്ദേശം കൊടുക്കുന്നത് പോലെ. ആരുടെ നിർദ്ദേശങ്ങളാണ് കൊടുക്കുന്നത്? പട്ടാള മേധാവിയുടെ നിർദ്ദേശങ്ങളല്ല. അത്യുന്നതനായ ഏറ്റവും വലിയ കമാൻഡറുടെ നിർദ്ദേശമാണ് ഈ താഴെയുള്ള ചീഫ് ഓഫ് സ്റ്റാഫ് അല്ലെങ്കിൽ ഈ മിലിറ്ററി ജനറൽ തന്റെ താഴെയുള്ള പട്ടാളക്കാരനെ കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് അത്യുന്നതനായ ദൈവത്തിൽ നിന്നും താൻ പ്രാപിച്ചതായിട്ടുള്ള ആജ്ഞകള്, നിർദ്ദേശങ്ങള് അപ്പോസ്തലനായ പൗലോസ് താന് ആക്കി വെച്ചിരുന്ന, എഫെസോസിലെ ശുശ്രൂഷകനാക്കി വെച്ചിരിക്കുന്ന തീമോഥെയോസിന് നൽകുന്നതായിട്ട്. അതുകൊണ്ടാണ് ഈ കൽപ്പന, നീ ഇത് ആജ്ഞാപിക്കുക, ഇത് നീ കർത്താവിന്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം എന്നിങ്ങനെയുള്ള വാക്കുകൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. 6-ന്റെ 17-ലും അതുപോലെ കാണുന്നു. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരുപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം
നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കുക. ഐ കമാൻഡ് ദം ദോസ് ഹു ആർ റിച്ച്. അപ്പൊ ആജ്ഞാപിക്കുക അല്ലെങ്കിൽ കൽപ്പന, പ്രമാണിക്കുക എന്നുള്ള വാക്കുകൾ 6:20 പറയുന്നു. അല്ലയോ തീമത്തിയോസേ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അത് തീമത്തിയോസിന് നേരിട്ട് നൽകുന്ന നിർദ്ദേശമാണ്. ഓ തിമത്തി, കീപ് വാട്ട് ഹാസ് ബീൻ എൻട്രസ്റ്റഡ് ടു യു. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് നീ സൂക്ഷിച്ചു കൊള്ളുക. അപ്പൊ ഈ നിർദ്ദേശങ്ങളൊക്കെ അത്യുന്നതനായ ദൈവത്തിൽ നിന്ന് അപ്പോസ്തലനായ പൗലോസ് പ്രാപിച്ചിട്ട് അത് താൻ എഫെസോസിൽ ശുശ്രൂഷകനാക്കി വെച്ച തീമത്തിയോസിന് കൈമാറുന്ന നിർദ്ദേശങ്ങളാണ്. എങ്ങനെ ആയിരിക്കണം ഓരോരോ വ്യത്യസ്ത വിഭാഗങ്ങളോട് ഒരു കൂടിവരവിൽ, ഒരു ലോക്കൽ സഭയിൽ, ഒരു പ്രാദേശിക സഭയിൽ ആ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. അവരോട് എങ്ങനെയായിരിക്കണം ഇടപെടേണ്ടത്. മാത്രവുമല്ല, തീമത്തിയോസ് തന്റെ സ്വന്തം ജീവിതം എപ്രകാരം ദൈവഹിതപ്രകാരം കെട്ടുപണി ചെയ്യണം എന്നുള്ളതുമായ നിർദ്ദേശങ്ങളാണ് പ്രധാനമായിട്ടും ഈ 6-ാമത്തെ അധ്യായത്തില് അപ്പോസ്തലനായ പൗലോസ് തീമത്തിയോസിന് കൊടുക്കുന്നത്. ഇവിടെ 4 കൂട്ടം ആളുകളെ കുറിച്ച് നമുക്കിവിടെ 4 വിഭാഗത്തെ കുറിച്ച് കാണുവാനായിട്ട് കഴിയും. അതിലെ ആദ്യത്തെ വിഭാഗം 1ഉം 2ഉം വാക്യങ്ങളെ നോക്കിയാൽ അവിടെ ക്രിസ്ത്യൻ സ്ലേവ്സിനോട്, അതായത് അടിമകളായിരിക്കുന്നവരോട് പറയുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. നുകത്തിൻ കീഴിൽ ദാസന്മാരായിരിക്കുന്ന അവർ ഒക്കെയും ദൈവനാമവും ഉപദേശവും ദുഷിക്കപ്പെടാതിരിപ്പാൻ തങ്ങളുടെ യജമാനന്മാരെ സകല മാനത്തിനും യോഗ്യന്മാർ എന്ന് എണ്ണേണ്ടതാകുന്നു. അപ്പോ ഇവിടെ ക്രിസ്ത്യൻ സ്ലേവ്സ് റോമ ഗവൺമെന്റിന്റെ കീഴില് അല്ലെങ്കിൽ റോമ സാമ്രാജ്യത്തില് പകുതിയോളം ആളുകൾ അടിമകളായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഹാഫ് ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് ദ റോമൻ എംപയർ വാസ് സ്ലേവ്സ്. അവര് അടിമകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് ഒരു പ്രത്യേക വിഭാഗമായിട്ട് കരുതപ്പെട്ട്, എന്നാൽ അതേ സമയം തന്നെ ഈ അടിമകളായിരുന്നെങ്കിലും അവരിൽ പലരും നല്ല വിദ്യാഭ്യാസമുള്ളവരും നല്ല സംസ്കാര പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള സംസ്കാര സമ്പന്നരുമായ ആളുകളായിരുന്നു. എന്നാൽ അവർക്ക് there was no legal standing as a person for such slaves. ആ അടിമകൾക്ക് ആ നിയമത്തിന്റെ മുമ്പിൽ അവർക്ക് അവകാശങ്ങളോ അധികാരങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു കൂട്ടരായിട്ടാണ്. കാരണം അടിമകളായിരുന്നത് കൊണ്ട് അവരെ അങ്ങനെ ഗണിക്കപ്പെട്ടിരുന്ന ഒരു കൂട്ടരാണ്. പലപ്പോഴും ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തെ മറ്റു പൗരന്മാർക്കുള്ള അവകാശം ഇല്ലാത്ത ഒരു കൂട്ടം ആളുകൾ മറ്റുള്ളവരെക്കാളും താഴ്ന്ന സാമൂഹ്യ സ്ഥിതിയിലുള്ളവരായിരിക്കും. ഒരു രാജ്യത്ത് തന്നെ ജീവിക്കുന്നവരാണ്. പക്ഷേ അത് പഴയ കാലത്ത് പ്രത്യേകിച്ചും അങ്ങനെ ഉണ്ടായിരുന്നു. ഇനിയത്തെ കാലത്തും അങ്ങനെ വരുമോ? ഒരു രാജ്യത്ത് തന്നെ ജീവിക്കുന്നവര്, നമുക്കറിയാം, വ്യത്യസ്ത മതവിഭാഗങ്ങളുള്ളവർക്ക് വ്യത്യസ്ത നിയമങ്ങളും അതുപോലെ വ്യത്യസ്തമായ ആനുകൂല്യങ്ങളും ഒക്കെ ലഭിക്കുന്ന പരിസ്ഥിതികളുണ്ട്. അത് ഇനിയും ഒരുപക്ഷെ വർദ്ധിച്ചേക്കുകയും ചെയ്യാം. ഏതായാലും ഇവിടെ ക്രിസ്ത്യൻ സ്ലേവ്സിനോട്, ഈ അടിമകളായിരുന്നവരിൽ അനേകര് പിന്നീട് വിശ്വാസികളായി തീർന്നതിന്റെ ഒരു കാര്യം, അവർക്ക് ക്രിസ്തുയേശുവിൽ ഒരു വലിയ സ്വാതന്ത്ര്യം ലഭിക്കും എന്നുള്ളത് അവരെ ഒത്തിരി ആകർഷിച്ചു. എ ന്യൂ ഫൗണ്ട് ഫ്രീഡം ഇൻ ദ ഗോസ്പൽ മെസ്സേജ്. ഈ സുവിശേഷം എന്ന് പറയുന്നത് നമുക്കറിയാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, 28-ാമത്തെ വാക്യം വായിച്ചാൽ, ഗലാത്യർ 3:28, അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്ര. There is no difference. ഒരു വ്യത്യസ്തതയില്ല. We are all one in Christ. ഹിന്ദിയിലെ പണ്ടൊരു പാട്ടുണ്ടായിരുന്നു, നാക്കോ രാന കാല ഹം സബ് ഏക് ഹേ. കറുത്തവനെന്നോ വെളുത്തവനെന്നോ യാതൊരു ഭേദവും ഇല്ല, നാം ഒന്നത്രേ. BBS-നൊക്കെ പണ്ട് പഠിപ്പിക്കുന്ന ഒരു പാട്ട്. പണ്ഡിതനെന്നോ പാമരനെന്നോ യാതൊരു ഭേദവും ഇല്ല, നാം ഒന്നത്രേ, ക്രിസ്തുവിൽ നാം ഒന്നത്രേ. സോ വി ഓൾ ആർ വൺ ഇൻ ക്രൈസ്റ്റ്. അതാ ക്രിസ്തുയേശുവിന്റെ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകത. ദാസനും സ്വതന്ത്രനൊന്നുമില്ല, യവനനും യഹൂദനൊന്നുമില്ല, അടിമയും മുതലാളിയും എന്നില്ല, എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. അപ്പൊ ഈ വലിയ സുവിശേഷത്തിന്റെ ഈ ലിബറേഷൻ, ഈ സുവിശേഷത്തിന്റെ ഈ വലിയ വിമോചനം, ക്രിസ്തുയേശുവിലുള്ള ഒരു സ്വാതന്ത്ര്യം,
ഈ അടിമകളെ ഒത്തിരി ആകർഷിച്ചു. അവരിൽ പലരും വിശ്വാസികളായിട്ട് തീർന്നു. അതുകൊണ്ട് തന്നെ ഈ അടിമകൾ ഒഴിവ് സമയങ്ങളിൽ ക്രിസ്തീയ കൂട്ടായ്മകളിൽ പങ്കെടുക്കുമായിരുന്നു. അന്നത്തെ സഭയിലെ ഒരു പറ്റം ആളുകൾ അടിമകളായിരുന്നു. അവരോട് പ്രത്യേകിച്ച് കൊടുക്കുന്നതായിട്ടുള്ള ചില നിർദ്ദേശങ്ങളാണ്. ഈ അടിമകളെ ക്രിസ്തുവേശുവിൽ ഈ സ്വാതന്ത്ര്യം വന്നപ്പോൾ ഒരുപക്ഷെ അവര് ചിന്തിച്ചു കാണും, ഞങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യമൊക്കെ ലഭിച്ചു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഇച്ചിരി അനുസരണക്കേടൊക്കെ കാട്ടാം എന്ന് അവര് ചിന്തിച്ച് കാണുമായിരിക്കാം. ഇവിടെ പറയുന്നു, നുകത്തിൻ കീഴിൽ ദാസന്മാരായിരിക്കുന്ന, ഇംഗ്ലീഷിലെ ആ വാക്യം ഇപ്രകാരമാണ്: നുകത്തിൻ കീഴിൽ ദാസന്മാരെന്ന് പറയുമ്പോൾ all who are under the yoke of slavery should consider their masters worthy of full respect. അപ്പോ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ക്രിസ്തീയ വിശ്വാസം ഒരു മറുതലിപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്ന വിശ്വാസമല്ല, ഒരു റിബല്യനെ പ്രോത്സാഹിപ്പിക്കുന്ന വിശ്വാസമല്ല. അതുകൊണ്ട് അടിമകളായിരിക്കുന്നവര് ആര് തന്നെ അവരുടെ യജമാനന്മാരായിരുന്നാലും they must be considered as worthy of full respect. അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം നിങ്ങൾ കൊടുക്കണം. വിശ്വാസികൾ എന്നുള്ള നിലയിൽ നിങ്ങൾ അവരോട് അനുസരണക്കേട് കാണിക്കുകയോ അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാതിരിക്കുകയോ ഒന്നും ചെയ്യരുത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ആദ്യത്തെ വാക്യം പ്രധാനമായിട്ടും പറയുന്നത് സ്ലേവ്സ് ഹു ആർ അണ്ടർ അൺബിലീവിംഗ് മാസ്റ്റേഴ്സ്, വിശ്വാസികൾ അല്ലാത്ത യജമാനന്മാരുടെ കീഴിൽ ഉള്ള അടിമകളോടാണ് പ്രത്യേകിച്ചും പറയുന്നത്. വിശ്വാസികളായ ഈ അടിമകളുടെ ദാസന്മാരുടെ പെരുമാറ്റ നിമിത്തം ദൈവനാമം ദുഷിക്കപ്പെടരുത് എന്ന് പൗലോസ് അപ്പോസ്തലൻ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. റോമാലേഖനം 2:24 വായിച്ചാൽ, റോമർ 2:24 അവിടെ നാം വായിക്കുന്നു, നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടും. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുയേശുവിൽ ഈ സ്വാതന്ത്ര്യം നൽകിയത്, വലിയ രക്ഷയുടെ അവകാശികളാക്കി തീർത്തത് നാം നിമിത്തം ദൈവത്തിന്റെ നാമം മഹത്വപ്പെടേണ്ടത്. അതുകൊണ്ട് നമ്മെ ഏൽപ്പിച്ച ജോലികളെ ചെയ്യാതിരിക്കുകയോ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ നിർവഹിക്കാതിരിക്കുകയോ മടിയന്മാരായോ അലംഭാവത്തോടെയോ ഇരുന്നാൽ നമ്മളെ ദൈവനാമത്തെ ദുഷിക്കുന്നവരാണ്. അത് എല്ലാ രംഗത്തും. കമ്പനികളിൽ ഇന്ന് അടിമകളില്ലെങ്കിലും ഓഫീസിൽ ജോലി ചെയ്യുന്നവരെ, കമ്പനികളിൽ ജോലി ചെയ്യുന്നവരൊക്കെയാണ്. വിശ്വാസികളായവർ ഒരു ഗവൺമെന്റ് ഓഫീസിൽ ജോലി ചെയ്താൽ ഒരു കൃത്യമായ അവരുടെ ജോലികൾ ചെയ്യുന്നവരായിരിക്കണം എന്നാണ് ദൈവം അവരെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവർ കൃത്യമായി ഓഫീസിൽ വരികയും അവരുടെ ജോലികൾ ചെയ്യുകയും ഫയലുകൾ നീക്കുകയും ഒക്കെ ചെയ്താൽ, മറ്റുള്ളവരോട് വളരെ സ്നേഹത്തോട് പെരുമാറിയാൽ അതിലൂടെ ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയാകും. കൈക്കൂലി വാങ്ങിക്കാത്ത, അന്യായം കാണിക്കാത്ത ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ അവരെ മറ്റുള്ളവരും പ്രത്യേകിച്ച് നോട്ട് ചെയ്യും, അവനൊരു സത്യക്രിസ്ത്യാനിയാണ്, അതുകൊണ്ടാണ് അവൻ അങ്ങനെ ആയിരിക്കുന്നത് മറ്റുള്ളവരെ പറയുവാനായിട്ട് ഇടവരും. ഇവിടെയും അത് തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരടിമയെ കുറിച്ച് ചിന്തിച്ചാല് വേദപുസ്തകം നൽകുന്ന മനോഹരമായ ഒരു ഉദാഹരണമാണ് ജോസഫ് എന്ന അടിമ, അല്ലെ? ജോസഫ് പൊത്തിഫേറിന്റെ വീട്ടിൽ ഇസ്മായിലിലെ കച്ചവടക്കാരുടെ അടിമയായിട്ട് വിറ്റു. പിന്നെ പൊത്തിഫേറിന്റെ വീട്ടില് ജോസഫിനെ വിറ്റു. ആ ജോസഫിന്റെ പൊത്തിഫേറിലെ വീട്ടിലെ ജീവിതം, അവൻ ചെയ്യുന്നത് ഒന്നും പൊത്തിഫർ നോക്കിയില്ല. കാര്യം അവൻ വളരെ വിശ്വസ്തമായി ആ ജോലി ചെയ്തിരുന്നത് കൊണ്ട്, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് പൊത്തിഫേറിന്റെ ഭവനത്തെയും അവന്റെ വയലിനെയും അവനുള്ള സകലത്തെയും ദൈവം അനുഗ്രഹിച്ചു. അപ്പം യോസഫ് ഒരു അടിമയാണെങ്കിലും ആ വീടിന് വലിയ അനുഗ്രഹം കൊണ്ടുവന്ന ഒരു അടിമയായി. ഇന്ന് അടിമ ഉടമ എന്നുള്ള നിലയിൽ അല്ല സംസാരിക്കുന്നത്. നമ്മുടെ പ്രവർത്തനം കൊണ്ട് നാം ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ആ ആയിരിക്കുന്ന സ്ഥലത്തിന് ഒരു അനുഗ്രഹമായി തീരുവാനായിട്ട് ഇടയാകുകയും ചെയ്യണം. എന്നാൽ ക്രിസ്തീയ സഭ ഒരിക്കലും ഒരു റിബല്യനെ പ്രോത്സാഹിപ്പിക്കുന്ന സഭയല്ല. ചർച്ച് ഈസ് നോട്ട് എ മിലിറ്റന്റ് ഓർഗനൈസേഷൻ. ഒരു ഇപ്പൊ പലയിടത്തും പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ നോക്കിയാൽ ആദിവാസികളും ഒക്കെ ആയ ആൾക്കാർ വളരെ പീഡനം അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവര് ഒരു പക്ഷെ അവരെ സഹായിക്കാൻ, അല്ലെ, അവരെ വിവിധ നിലകളിൽ സഹായിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അവരുടെ ഒരു റിബല്യനെ, അവരുടെ ജന്മിമാരോടോ ഒക്കെയുള്ള അവർക്കെതിരെ ആയുധമെടുത്ത് പോരാടുന്നതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാനായിട്ട് പാടില്ല. കാര്യം അത് ക്രിസ്തീയ ശുശ്രൂഷ അല്ല. അത് മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവനാമം ദുഷിക്കപ്പെടുവാനായിട്ട് ഇടയാകും. മാത്രവുമല്ല, സുവിശേഷകര്
എന്താ ഒരു റിബല്യന്, ഒരു മറുതലിപ്പിന് പ്രോത്സാഹിപ്പിക്കുന്നവരാണെന്നുള്ള ഒരു പേരും സമൂഹത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടവരും. അപ്പൊ ഇത് നമ്മുടെ ഇന്നത്തെ പശ്ചാത്തലത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ, പ്രായോഗികമായി അതെങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ ചിന്തിച്ചത്. അപ്പോ വിശ്വാസികളല്ലാത്ത യജമാനന്മാരുള്ളവര് അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കണം. ആത്മാർത്ഥമായി അവരുടെ ജോലി ജോസഫ് പൊത്തിഫറിന്റെ വീട്ടിൽ ചെയ്തതുപോലെ വിശ്വസ്തമായ ആത്മാർത്ഥമായി അത് ചെയ്യുന്നെങ്കിൽ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് ഇടവരികയും ചെയ്യും. ഇനിയും രണ്ടാമത്തെ വാക്യം പറയുന്നത്, വിശ്വാസികളായ യജമാനന്മാർ ഉള്ളവർ അവരെ സഹോദരന്മാർ എന്ന് വെച്ച് അലക്ഷ്യമാക്കുക. ഇവിടെ മുമ്പേ പറഞ്ഞത് അവിശ്വാസികളായ യജമാനന്മാർ, ക്രിസ്തീയ വിശ്വാസത്തിൽ അല്ലാത്ത യജമാനന്മാർ ഉള്ളവര് അവർക്ക് സകല ബഹുമാനവും കൊടുക്കണമെന്ന് ആദ്യം പറയുന്നു. രണ്ടാമത് വിശ്വാസികളായ യജമാനന്മാരുള്ളവർ. ഇപ്പൊ ഒരു വിശ്വാസിയായ യജമാനൻ, അദ്ദേഹത്തിന്റെ അടിമയും ആ പ്രാദേശിക സഭയിൽ തന്നെ അംഗങ്ങളാണ്. അവര് പറയുകയാണ്, എന്റെ യജമാനും ഞാനും ദൈവം മുമ്പാകെ ഒരുപോലെയാണ്, ഞങ്ങൾ ഒരേ അപ്പത്തിന്റെ അംശികളും ഒരേ പാനപാത്രത്തിന്റെ ഓഹരിക്കാരുമാണ്, ഞങ്ങൾ ഒരുമിച്ച് മുട്ടുകുത്തുന്നവരാണ്. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പം കുറച്ച് അങ്ങനെ അനുസരിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറയുവാനായിട്ട് ഇടവരരുത്. എൻ്റെ യജമാനൻ എൻ്റെ സഹോദരൻ തന്നെയാണ്, അത് ഞങ്ങള് ദൈവം മുമ്പാകെ തുല്യരാണ്. അതുകൊണ്ട് എൻ്റെ യജമാനൻ എന്നെ കുറച്ചുകൂടെ കരുതണം, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ജോലി ചെയ്തില്ലെങ്കിലും, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തു തരണം, മറ്റുള്ളവരെക്കാളുള്ള കാര്യം ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ആരാധിക്കുന്നവനല്ലേ എന്ന ഒരു ചിന്താഗതി ഉണ്ടാകുവാനായിട്ട് പാടില്ല എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. വിശ്വാസികളായ യജമാനന്മാർ ഉള്ളവർ അവരെ സഹോദരന്മാർ എന്ന് വെച്ചാൽ അലക്ഷ്യമാക്കരുത്. They should not show less respect for them because they are brothers. പിന്നെ പറയുന്നത് എന്താണ്? 3 റീസൺസ് അവിടെ പറയുന്നു എന്തുകൊണ്ട് യജമാനന്മാരെ അനുസരിക്കണം എന്നുള്ളത്. ഒന്ന്, യുവർ മാസ്റ്റർ ഈസ് എ ബിലീവർ. നിന്റെ യജമാനൻ ഒരു വിശ്വാസിയാണ്, അതുകൊണ്ട് യു ഷുഡ് നോട്ട് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഇറ്റ്. നീ അവനെ മുതലെടുക്കരുത്, അല്ലേ? അയാൾ വിശ്വാസിയാണല്ലോ, അപ്പൊ ഞാനിതൊക്കെ ചെയ്താലും അയാൾ അങ്ങ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞൊരു മുതലെടുപ്പ് ആകരുത്. എപ്പോഴും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മെ ഏൽപ്പിച്ച ജോലികൾ എന്താണെങ്കിലും, ഓഫീസിലാണെങ്കിലും അധ്യാപകരാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലയിലാണെങ്കിലും, അത് ഏറ്റവും നന്നായിട്ട് ചെയ്യുമ്പോൾ അതിലൂടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടും. ചിലര് സുവിശേഷ വേലയ്ക്ക് പോകാൻ വേണ്ടി ഇപ്പം ചിലര് അവധി എടുത്ത് അങ്ങ് പോകും, അവരുടെ ജോലി അവിടെ ഇട്ടേച്ച് അവരുടെ ജോലികളെല്ലാം ഉഴപ്പിക്കിടക്കും. എന്നാൽ നമ്മെ വിളിച്ചിരിക്കുന്ന ഈ വേലയും ഒരു സുവിശേഷ വേല തന്നെ ആണ് എന്ന് മനസ്സിലാക്കണം. ഇപ്പോ അപ്പോസ്തലനായ പൗലോസ് വേറൊരു ഭാഗത്ത് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിന്നെ ദാസനായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ വ്യസനിക്കരുത്. ഞാൻ 1 കൊരിന്ത്യർ 7-ാം അധ്യായം വേറൊരു കോണ്ടെക്സ്റ്റിലാണ് പറയുന്നതെങ്കിലും നമ്മുടെ കോളിങ്ങിനെ കുറിച്ച് അവിടെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 20, 21, 22 വാക്യങ്ങൾ. ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ വസിച്ചു കൊള്ളട്ടെ. നീ ദാസനായി വിളിക്കപ്പെട്ടുവോ, വ്യസനിക്കരുത്. സ്വതന്ത്രനാകുവാൻ കഴിയുമെങ്കിലും അതിൽ തന്നെ ഇരുന്നു കൊള്ളുക. ദാസനായി കർത്താവിൽ വിളിക്കപ്പെട്ടവൻ കർത്താവിന്റെ സ്വതന്ത്രനാകുന്നു. അങ്ങനെ തന്നെ സ്വതന്ത്രനായി വിളിക്കപ്പെട്ടവൻ ക്രിസ്തുവിന്റെ ദാസനാകുന്നു. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, മനുഷ്യർക്ക് ദാസന്മാരാകരുത്. സഹോദരന്മാരെ, ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ ദൈവസന്നിധിയിൽ വസിക്കട്ടെ. ഇവിടെ പറയുന്നത് എനിക്ക് ലഭിക്കുന്ന, ഇവിടെ ദാസൻ യജമാനൻ എന്നുള്ള നിലയിൽ ചിന്തിക്കേണ്ട. നമ്മുടെ ഇന്നത്തെ കോണ്ടെക്സ്റ്റ് ചിന്തിച്ചാൽ നമുക്കൊരു ജോലി ലഭിച്ചു, ആ ജോലി നമ്മളെ പ്രതീക്ഷിച്ച അത്രയും ഉന്നതമായ ഒരു ജോലി അല്ലെന്നിരിക്കട്ടെ, നമുക്ക് അതിൽ കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്, അതിൽ കൂടുതൽ കഴിവുകളുണ്ട്. പക്ഷെ ലഭിച്ച ജോലി ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, MSc അതിൽ കൂടുതലും ഒക്കെ പാസ്സായവരെ ചില ഗവൺമെന്റ് ഓഫീസുകളിലെ പ്യൂൺസ് ആയിട്ടില്ല, ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരായിട്ട് കയറുന്നു. അപ്പൊ അവർക്ക് എപ്പോഴും ഒരു കാര്യം, ആ ഓഫീസിലെ മറ്റ് ഉദ്യോഗസ്ഥർ അവരെക്കാളും വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞവരായിരിക്കും. പക്ഷെ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആണെങ്കിൽ പോലും
ആ ലഭിച്ച ജോലിയെ ഒരു കോളിംഗ് ആയിട്ട്, ദൈവം ഏൽപ്പിച്ചൊരു നിയോഗമായിട്ട് ചിന്തിക്കണം. അതിൽ വ്യസനിക്കരുത്. ആ ജോലി നന്നായിട്ട് നിർവഹിക്കും എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്ന കാര്യം, വിശ്വാസികളായ യജമാനന്മാരെ അനുസരിക്കുന്നതിന് 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അവർ വിശ്വാസികളാണെന്നുള്ളത് വെച്ച് അവരെ മുതലെടുക്കരുത്. മാത്രവുമല്ല, യു ഷുഡ് സെർവ് ദം ഈവൻ ബെറ്റർ. കുറച്ചുകൂടെ നന്നായിട്ട് അവരെ നിങ്ങൾ സേവിക്കണം എന്നാണ് പറയുന്നത്. രണ്ടാമത് പറയുന്നു, അവർ പ്രിയരാണെന്ന് പറയുന്നു, അല്ലേ? അവരെ സഹോദരന്മാർ എന്ന് വെച്ച് അലക്ഷ്യമാക്കരുത്. തങ്ങളെ കൊണ്ടുള്ള ഉപകാരം അനുഭവിക്കുന്നവർ വിശ്വാസികളും പ്രിയരുമാകൊണ്ട് അവരെ വിശേഷാൽ സേവിക്കുക അത്രേ വേണ്ടു. പ്രിയർ എന്ന് പറയുമ്പം ബിലവഡ് എന്നുള്ള വാക്കാണ് അവിടെ. എന്ന് പറഞ്ഞാൽ 2 വിശ്വാസികളെ തമ്മിൽ ബന്ധിക്കുന്ന ഏറ്റവും വലിയ ബന്ധമെന്ന് പറയുന്നത് കർത്താവിന്റെ സ്നേഹം. ആ സ്നേഹമാണ് ഒരു സഹോദരനെ എനിക്ക് പ്രിയപ്പെട്ടവനാക്കുന്നത്. അതുകൊണ്ടാണ് അവർ വിശ്വാസികളാണ്, മാത്രമല്ല അവർ പ്രിയരാണ്. ദേ ആർ ബിലവഡ്. അതുകൊണ്ട് ആ സ്നേഹം എന്നുള്ളത് കൊണ്ട് ഉഴപ്പാനോ അവരോട് അനുസരണക്കേട് കാണിക്കുവാനോ ഒരിക്കലും ഇടയാകരുത് എന്നാണ് അവിടെ പ്രത്യേകമായിട്ട് ഉത്ബോധിപ്പിക്കുന്നത്. മാത്രവുമല്ല, മൂന്നാമതൊരു കാരണം പറയുന്നത്, അവരെ കൊണ്ട് 2 കൂട്ടർക്കും, അല്ലേ, നീ യജമാനെ സേവിക്കുന്നത് കൊണ്ട് നിനക്കും നിന്റെ യജമാനനും ഉപകാരമുണ്ട്. ബോത്ത് പാർട്ടീസ് ഗെറ്റ് ബെനിഫിറ്റ്സ്. 2 കൂട്ടർക്കും തങ്ങളെ കൊണ്ടുള്ള ഉപകാരം അനുഭവിക്കുന്നവർ കുറച്ചുകൂടെ ആത്മാർത്ഥതയോടെയും വിശ്വസ്തയോടെയും വേല ചെയ്യണം എന്നാണ് അവിടെ പറയുന്നത്. എന്നാൽ യജമാനന്മാരോടുള്ള പ്രബോധനവും ഉണ്ട്. കൊലോസ്യ ലേഖനം 4:1 വായിച്ചാൽ, കൊലോസ്യർ 4:1 വായിച്ചാൽ യജമാനന്മാരോടുള്ള പ്രബോധനവും അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. കൊലോസ്യ ലേഖനം 3:22 തൊട്ട് 24 വരെയും ഒക്കെ നാം അത് കാണുന്നുണ്ട്. എങ്കിലും 4:1 തൽക്കാലത്തേക്ക് നമുക്ക് വായിക്കാം. യജമാനന്മാരെ, നിങ്ങൾക്കും സ്വർഗത്തിൽ യജമാനൻ ഉണ്ടെന്ന് അറിഞ്ഞ് ദാസന്മാരോട് നീതിയും ന്യായവും ആചരിപ്പി. അപ്പൊ ആ ഭാഗത്ത് പറയുന്നത് പ്രത്യേകിച്ചും ദാസന്മാരും യജമാനന്മാരും തമ്മിലുള്ള ബന്ധം എങ്ങനെ ആയിരിക്കണമെന്നും അവര് എപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറണമെന്നും വളരെ വ്യക്തമായിട്ട് ഇപ്പൊ കൊലോസ്യ ലേഖനത്തിലൊക്കെ യജമാനന്മാരോട് പ്രത്യേകം പറയുമ്പോൾ, എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിലും പറയുന്നു, അല്ലേ? ദാസന്മാര് നിങ്ങളുടെ യജമാനന്മാരെ അനുസരിക്കണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് യജമാനന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു യജമാനുണ്ട്. ദാസന്മാരോട് പറയുന്നുണ്ട്, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവകളല്ല, കർത്താവിന്റെ ഇഷ്ടം മനസ്സോട് ചെയ്യണം. ദൃഷ്ടി സേവ എന്ന് പറഞ്ഞാൽ എന്താ? ഐ സർവീസ്, അല്ലേ? നമ്മൾ ലിപ് സർവീസ് എന്ന് കേട്ടിട്ടുണ്ട്, അതര സേവ എന്ന് കേട്ടിട്ടുണ്ട്. ദൃഷ്ടി സേവ എന്ന് കേട്ടാൽ അവരെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നവരായിട്ട് തീരരുത്. നമുക്കറിയാം, ഒരാളിനെ ജോലിക്ക് നിർത്തിയാല് ആ വീട്ടുകാരൻ നോക്കുമ്പോ അവൻ നല്ലപോലെ കളയ്ക്കും, അല്ലാത്തപ്പോ മാറി മരത്തണലിരുന്ന് ബീഡി വലിച്ചുകൊണ്ടിരിക്കും എന്ന് പറയുന്ന പോലെ അല്ല. ഇവിടെ പറയുന്നത് മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഒരു ജോലിയും ചെയ്യരുത്. മറ്റുള്ളവരെ കാണിക്കാനോ അവരുടെ അംഗീകാരം നേടാനോ അല്ല. സ്വർഗത്തിൽ നിങ്ങൾക്ക് യജമാനനുണ്ട്. അതുകൊണ്ട് കർത്താവിന്റെ ഇഷ്ടം മനസ്സോട് ചെയ്യണം. നിങ്ങൾ ആ ജോലി നന്നായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ യു ആർ ഡൂയിങ് ഗോഡ്സ് വിൽ ആൻഡ് ഡു ഇറ്റ് ഫ്രം യുവർ ഹാർട്ട്. നിങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടമാണ് ചെയ്യുന്നത്, അത് ഹൃദയപൂർവ്വം അത് നിർവഹിക്കണം എന്ന് പറയുന്നു എഫേസ്യ ലേഖനത്തില് നമുക്കത് കാണുവാനായിട്ട് കഴിയും. അപ്പോ ഇവിടെ നാം കണ്ടത് ദാസന്മാര് എങ്ങനെ, ഒരു സഭയിൽ ദാസന്മാരുണ്ട്. എഫെസോസിലെ സഭയിൽ ദാസന്മാരുണ്ടായിരുന്നു. അവരോട് എപ്രകാരം തീമത്തിയോസ് പെരുമാറണം, മാത്രമല്ല ദാസന്മാർക്ക് എപ്രകാരം ഉപദേശങ്ങൾ കൊടുക്കേണ്ട ഉപദേശങ്ങൾ എങ്ങനെയാണ്, അവിശ്വാസികളായ യജമാനന്മാരോട് എങ്ങനെ പെരുമാറണം, വിശ്വാസികളുടെ ഇടയിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളതൊക്കെ വളരെ വ്യക്തമാക്കുന്ന വാക്യങ്ങളാണ് 1 തീമത്തിയോസ് 6:1-2 വാക്യങ്ങൾ. എന്നാൽ 3-ാമത്തെ വാക്യം തൊട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് മറ്റൊരു വിഷയത്തിലേക്ക് പൗലോസ് അപ്പോസ്തലൻ പ്രവേശിക്കുകയാണ്. പ്രത്യേകിച്ചും അവിടെ ദുരുപദേശത്തെ കുറിച്ചാണ് പറയുന്നത്. 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളെ നോക്കിയാൽ ഫോൾസ് ഡോക്ട്രിൻസിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു.
അവയാൽ അസൂയ, ശണ്ട, ദൂഷണം, ദുസ്സംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു. തൽക്കാലം നമുക്ക് അത്രയും ചിന്തിക്കാം. ഇവിടെ ഇഫ് എനിവൺ ടീച്ചസ് ഫോൾസ് ഡോക്ട്രിൻസ് ആൻഡ് ഡസ് നോട്ട് എഗ്രി to the sound doctrine of our Lord Jesus Christ and to godly teaching, he is conceited and understands nothing. ഇവിടെ ദുരുപദേശം എങ്ങനെയാ ഉണ്ടാകുന്നത് എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദുരുപദേശം എങ്ങനെയാ ഉണ്ടാകുന്നത്? ദുരുപദേശം ആരാണ് പ്രചരിപ്പിക്കുന്നത്? പ്രത്യേകിച്ചും ചീർത്തിരിക്കുന്ന മനുഷ്യൻ. കൺസീറ്റഡ് എന്നുള്ള വാക്കാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കൺസീറ്റഡ്, അത് അല്ലെങ്കിൽ ഒരു പ്രൗഡ് നേച്ചറിൽ നിന്നാണ് എപ്പോഴും ദുരുപദേശം ഉണ്ടാകുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉപദേശങ്ങള് അതിനെ വിട്ട്, പഥ്യവചനം വിട്ട്, ദൈവവചനം വിട്ട് ഒന്നും തിരിച്ചറിയാതെ അവരുടെ അഹംഭാവത്തിലാണ് എപ്പോഴും ദുരുപദേശം ഉണ്ടാകുന്നത്. നമുക്ക് കാണുവാനായിട്ട് കഴിയും. പൗലോസ് അപ്പോസ്തലൻ ഈ തീമോഥെയോസിന്റെ ലേഖനം തുടങ്ങുമ്പം തന്നെ ദുരുപദേശത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ചൊരു വാണിംഗ് കൊടുത്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോസിന്റെ 1-ാം ലേഖനം തുടങ്ങുന്നത്. 3-ാമത്തെ വാക്യം, അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. അപ്പോ കെട്ടുകഥയും അന്തമില്ലാത്ത വംശാവലികളും ഒക്കെ പറഞ്ഞ് പല വിധത്തിലുള്ള ദുരുപദേശങ്ങൾ ആ സഭയിൽ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് വീണ്ടും പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, യേശുക്രിസ്തുവിന്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യതാ ഉപദേശിക്കുന്നവർ, those who teaches false doctrines, തെറ്റായ ഉപദേശങ്ങൾ, ദൈവവചനപ്രകാരം അല്ലാത്ത ഉപദേശങ്ങൾ, അങ്ങനെയുള്ള ഉപദേശങ്ങൾ ഒരു സഭയിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ജാഗ്രതയുള്ളവരായിരിക്കേണ്ടത് ആരാണ്? ആ സഭയുടെ ലീഡേഴ്സ് ആയിരിക്കും, അല്ലേ? ആരൊക്കെ എന്താണ് ഇവിടെ വന്ന് പഠിപ്പിക്കുന്നത്, ഇവിടെ എന്താ പ്രസംഗിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് പ്രത്യേകിച്ചൊരു നോട്ടം വേണം. ആരെങ്കിലും എന്തേലുമൊക്കെ വന്ന് എവിടെയെങ്കിലും പറഞ്ഞു വെച്ച് പോകുവാൻ സമ്മതിക്കരുത്. നാം ആയിരിക്കുന്ന കൂടിവരവിൽ ദൈവവചനപ്രകാരമാണോ, ദൈവവചനപ്രകാരം അല്ലാതെ പഠിപ്പിക്കുന്നവർ ധാരാളം പേര് കാണും. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, അവർക്ക് മനുഷ്യരുടെ മുമ്പിൽ ആളാകണം എന്നുള്ളൊരു ചിന്തയാണ് അവരെ പ്രധാനമായിട്ട് നയിക്കും. ആളാകാൻ വേണ്ടി അവരെ കുറച്ച് സെക്യുലർ ടീച്ചിങ് കൂടി ഇതിൻ്റെ അകത്ത് കയറ്റും. സെക്യുലർ എന്ന് ഞാൻ പറഞ്ഞ മറ്റുള്ളിടത്തു നിന്ന് അതിന് ചില അനക്ഡോട്ട്സ്, ചില കഥകളും ചില ഉദാഹരണങ്ങളും ഒക്കെ പറഞ്ഞ്, ഇപ്പൊ നമുക്കറിയാം മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഉണ്ട്. മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതുപോലെ അല്ല ദൈവം അതിന് ഒരു ഒരു കൂട്ടായ്മയിൽ, ഒരു സഭയിൽ, ഒരു ആരാധനയിൽ പ്രസംഗിക്കുകയാണ്. മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ചിലപ്പം മനുഷ്യരെ അട്രാക്ട് ചെയ്യുന്ന നുറുങ്ങ് കഥകളും ഉദാഹരണങ്ങളും ഒക്കെ പറയും. പക്ഷെ അതിൽ നിന്നൊന്നും ദൈവവചനത്തിന് വിരുദ്ധമായ ഒരു പഠിപ്പിക്കൽ സഭയിൽ കയറരുതെന്നുള്ളത് ആത്മീക നേതാക്കന്മാർ, പ്രത്യേകിച്ചും ആ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർ, അവരതിലെ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. ഈ പ്രൗഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ അതിനെക്കുറിച്ച് കണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കാം. അല്ലെങ്കിൽ കൺസീറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ അഹംഭാവം ഉള്ളവര്, അല്ലെങ്കിൽ ചീർത്തിരിക്കുന്നവരെന്ന് പറയുന്നത്. ചീർത്തിരിക്കുക എന്നുള്ള മലയാളം വാക്ക്, ചീർക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, വണ്ണം വെച്ചിരിക്കുക. വണ്ണം വെച്ചിരിക്കുക, എന്താ തലക്കനം കൊണ്ട് അങ്ങ് വെയിറ്റ് കൂടുന്നത്, ഹെഡ് വെയിറ്റ് കൂടുതലായിരിക്കും അവർക്ക്. പക്ഷെ ഒരു ബേണിംഗ് ഹാർട്ട് ഇല്ല, ഒരു ബേർഡൻഡ് ഹാർട്ട് ഇല്ല, ഒരു ബേണിംഗ് ഹാർട്ട് ഇല്ല. അവർക്ക് തലക്കനം ഒത്തിരി ഉണ്ടാവും. അവരെന്താ ചെയ്യുന്നത്? അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാ പറയുന്നത്, someone who has more confidence in their own wisdom and opinions than in the straightforward truth of God. ദൈവവചനത്തിന്റെ ലളിതമായ നേരെയുള്ള സത്യങ്ങളെക്കാൾ അവർ കൂടുതലും ആശ്രയിക്കുന്നതോ അവർക്ക് വിശ്വാസമുള്ളതോ അവരുടെ സ്വന്തം ബുദ്ധിയിലും സ്വന്തം അഭിപ്രായങ്ങളിലും. നമുക്ക് എവിടെ പോയാലും കാണാം, പ്രത്യേകിച്ചും കമ്മിറ്റികളിലും ഒക്കെ ഇരിക്കുമ്പോൾ കാണാൻ കഴിയും ഒത്തിരി പേര്. ഞാൻ പറയുന്നത് സെക്യുലർ മേഖലയിലുള്ളവര് പലപ്പോഴും വന്ന്, ഇപ്പൊ ഒരു ബാങ്ക് ജോലി ചെയ്യുന്ന ഒരാൾ, ഞാൻ ബാങ്ക് ജോലി ചെയ്യുന്നവരെ കുറ്റം പറയാം, എങ്ങനെ അവർക്ക് എന്തുവാ
ഈ ഡെപ്പോസിറ്റ് മൊബിലൈസേഷനോ ഇല്ലേ, നിക്ഷേപ സമാഹരണം, കൂടുതൽ ഡെപ്പോസിറ്റ്സ് പിടിക്കും. പള്ളിയിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ അതിന് പണം പിരിക്കുന്നതിന് പ്രത്യേകിച്ചും ആ ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻസിന്റെ പ്രിൻസിപ്പിൾസ് ആയിരിക്കും അവർ വന്ന് ആ കമ്മിറ്റിയിൽ പ്രസ്താവിക്കുന്നത്. ഞങ്ങളുടെ ബാങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്പനിയിൽ ഇങ്ങനെ, അവരുടെ കോർപ്പറേറ്റ് വിസ്ഡം ആയിരിക്കും അവിടെ കൊണ്ടുവരും. പക്ഷെ ദൈവവചനത്തിന്റെ വിസ്ഡം അതല്ല. പലപ്പോഴും ഈ പണ്ടൊക്കെ എൻഡോവ്മെന്റ്സ് ഏർപ്പെടുത്തുമായിരുന്നു, ഇപ്പോഴും എൻഡോവ്മെന്റ്സ് ഏർപ്പെടുത്തുന്നു. പണ്ടത്തെ കാലത്ത് 2000 രൂപ എൻഡോവ്മെന്റ് ഇട്ടെങ്കിൽ അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, സൺഡേ സ്കൂളിലെ കുട്ടികളുടെ എല്ലാം സമ്മാനം കൊടുക്കാൻ വേണ്ടി 1974 75 2000 രൂപ ഇട്ടെന്ന് പറഞ്ഞാൽ ഇന്നൊരു 2 ലക്ഷം രൂപ ഇടുന്ന പോലെ ആ 2000 രൂപയുടെ എൻഡോവ്മെന്റ് ഏർപ്പെടുത്തി. അതൊരു വലിയ തുകയായിരുന്നു. അത് പക്ഷേ ഒരു 80 ആയിക്കഴിഞ്ഞപ്പോൾ 2000 രൂപയ്ക്ക് അന്ന് പലിശ കിട്ടുമ്പോൾ 4-5% പലിശ ഒരു വർഷത്തേക്ക് കിട്ടിയാലേ അല്ലേ, അത് 100-200 രൂപ ഉണ്ടെന്ന് വെച്ചു. അതുകൊണ്ട് ഒരു വർഷത്തെ മുഴുവൻ സമ്മാനം കൊടുക്കാനുള്ള പുസ്തകം വാങ്ങിക്കാൻ കഴിയുക. പക്ഷെ 80-85 2000 രൂപ വർദ്ധിച്ചില്ല. അതിന്റെ പലിശ എടുത്തുകൊണ്ട് കാര്യങ്ങളൊക്കെ നടന്നു. ആ 2000 രൂപയ്ക്ക് പിന്നീട് വന്നപ്പോഴെന്താ, ഇപ്പം വന്നപ്പോ ഒരു പുസ്തകമോ 2 പുസ്തകമൊക്കെ വാങ്ങിക്കാൻ പറ്റും. കുറെ കഴിയുന്നുണ്ടെങ്കിൽ 2 ചായ മാത്രമേ അതുകൊണ്ട് കുടിക്കാൻ പറ്റത്തുള്ളൂ. അതൊരു എൻഡോമെന്റ് ഏർപ്പെടുത്തുമ്പം നമ്മൾ അത് ഹ്യൂമൻ വിസ്ഡമാണ് പ്രയോഗിച്ചു. ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, എല്ലാ ഉദാഹരണങ്ങളും. അപ്പോ ദൈവം ഓരോ സമയത്തും ദൈവത്തിന്റെ സഭയെ നടത്തുന്നത് വിശ്വാസത്താലാണ്, അല്ലേ? ദൈവം സഭയെ മാത്രമല്ല വ്യക്തികളെ നടത്തുന്നത് വിശ്വാസത്താലാണ്. ഇവിടെ താഴോട്ട് വരുമ്പോൾ പറയുന്നുണ്ട്, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെപ്പീൻ. സംതൃപ്തി അന്ന് നാളത്തേക്കുള്ളത് ദൈവം തരും. കൊച്ചുഞ്ഞുപദേശിയുടെ ഒരു പാട്ട് തന്നെ ഉണ്ട്, ഓരോ ദിവസവും ഞങ്ങൾക്കുള്ള ആവശ്യം ഓരോന്നും ദൈവം താൻ നൽകിയിടുന്നു. അപ്പോ നാളത്തേക്കുള്ളത് സഭ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം. തോട്ടങ്ങളിലും സ്ഥാപനങ്ങളിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് സഭ ഒരു മണി മേക്കിംഗ് മെഷീൻ ആയി തീരണമെന്നാണ് പലരുടെയും കോർപ്പറേറ്റ് വിസ്ഡം പറയും. അവരുടെ സെക്കുലർ മേഖലകളിൽ നിന്നുള്ള അവരുടെ ജ്ഞാനം അവര് പറയുമ്പോൾ അങ്ങനെയാണ് ചെയ്യും. സഭ അത് ചെയ്യണം, സഭ ഇത് ചെയ്യണമെന്നൊക്കെ. പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തി അങ്ങനെയല്ല. ദൈവം പറയുന്നത്, നീ എന്നെ പൂർണ്ണമായിട്ട് അങ്ങ് ആശ്രയിക്കുക. ഇന്നലെയും ഇന്നും എന്നേക്കും ഞാൻ അനന്യന. ഇന്നലെ ഞാൻ ഈ സഭയെ നടത്തിയെങ്കിൽ ഇന്നും നടത്താൻ മതിയായവനാ. നാളെയും നിന്റെ മക്കളുടെയും നിന്റെ കൊച്ചുമക്കളുടെയും കാലത്ത് ഇതിനെ നടത്താൻ ഞാൻ മതിയായവനാ. ഞാൻ പറഞ്ഞത് പലപ്പോഴും ഞാൻ ദുരുപദേശത്തെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. പലപ്പോഴും ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞു എന്നതേ ഉള്ളൂ. പലപ്പോഴും പ്രൗഡ് നേച്ചർ, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് സ്വന്തം അഭിപ്രായങ്ങളിൽ ഊന്നി നിൽക്കുന്നവരാണ് പലപ്പോഴും ദുരുപദേശങ്ങൾ സഭയിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നത്. അവര് ചിലപ്പം ഉന്നത സ്ഥാനീയരാകാം. അതുകൊണ്ട് തന്നെ സഭാ നേതാക്കന്മാർ ദൈവവചനപ്രകാരം ദൈവത്തിന്റെ സഭയെ നയിക്കണം. ഇവിടെ തീമോഥെയോസിന് കൊടുക്കുന്ന പ്രധാന നിർദ്ദേശമാണ്. അങ്ങനെ അന്യത ആരെങ്കിലും ഉപദേശിക്കുന്നെങ്കിൽ അവരെ ഉപദേശിക്കരുതെന്ന് നീ കർശനമായിട്ട് അവരോട് ആജ്ഞാപിക്കണം എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. തന്നെയുമല്ല, പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ ഞാൻ പറഞ്ഞല്ലോ, ഒരു മിലിറ്ററി കമാൻഡർ തന്റെ കീഴിലുള്ള ഒരു ക്യാപ്റ്റനോടോ ഒരു കേണലിനോടോ കൊടുക്കുന്ന ഒരു നിർദ്ദേശം പോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്. അന്യത ഉപദേശിക്കുന്നവർ ഒന്നും തിരിച്ചറിയാതെ, ദേ നോ നത്തിങ് എന്നാ പറയും, ദേ അണ്ടർസ്റ്റാൻഡ് നത്തിങ്, അവർക്കൊന്നും അറിയത്തില്ലെന്നാണ്. എപ്പോഴും ഹ്യൂമൻ വിസ്ഡത്തിന്റെ ഒരു വലിയ പരാജയം മുൻകൂട്ടി കാണുവാനായിട്ട് മനുഷ്യന്റെ ജ്ഞാനത്തിന് കഴിയത്തില്ല. മുൻകൂട്ടി നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയാവുന്നത് ആർക്ക് മാത്രമേ ഉള്ളൂ? ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് കീഴ്പ്പെട്ട് ദൈവത്തിന്റെ ആലോചന പ്രാപിച്ചു വേണം ദൈവത്തിന്റെ സഭ മുന്നോട്ട് നയിക്കപ്പെടേണ്ടത്. അല്ലാതെ മാനുഷിക ജ്ഞാനത്തിൽ ആശ്രയിച്ച് ആരെങ്കിലും പഠിപ്പിച്ചാൽ, ആരെങ്കിലും മനുഷ്യന്റെ വിസ്ഡം ഇതിന്റെ കൂടെ കൂട്ടിയാൽ, ഒരുപക്ഷെ അവര് നല്ല കഥകളും നല്ല ഉദാഹരണങ്ങളും ഒക്കെ പറഞ്ഞ് ജനക്കൂട്ടത്തെ കയ്യിലെടുക്കുന്നവരായി. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ സ്വന്തം ബുദ്ധിയിലും കഴിവിലും ആശ്രയിക്കുന്നവർ, അവരെ സംബന്ധിച്ച് അവരെപ്പോഴും ദുരുപദേശം കൊണ്ടുവന്നു. ചിലരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് ഒരു റിലീജിയസ് ബിസിനസ്സാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ പ്രോസ്പെറിറ്റി തിയോളജി ഇത്രയും അധികം
അപ്പോൾ ഇത്രയധികം പരന്നത്. പ്രോസ്പെരിറ്റി തിയോളജി അതൊരു റിലീജിയസ് ബിസിനസ് ആയിട്ട് മാറി. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അവർക്ക് ഭാരമുള്ള ഒരു ഹൃദയം ഇല്ല. ദൈവവചനം തിരിച്ചറിയുന്ന വ്യക്തിയുടെ ഹൃദയത്തിന്റെ രണ്ട് പ്രത്യേകതകളാണ്. അവരെ തന്നെത്താൻ താഴ്ത്തുന്നവരായിരിക്കും. ദേ വിൽ ഹംബിൾ ദംസെൽസ് റാദർ ദാൻ ബിക്കമിങ് പ്രൗഡ്. അഹങ്കാരം മാറ്റിവെച്ച് തങ്ങളെ തന്നെ താഴ്ത്തുന്നവരായിരിക്കും യഥാർത്ഥ ദൈവവചനം. അതുകൊണ്ട് തന്നെ അവര് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, വ്യക്തികളെ സംസാരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവുള്ളവർക്ക് അത് വിവേചിക്കാനായിട്ട് കഴിയും. ഇതിൽ ദുരുപദേശം ഉണ്ടോ ഇല്ലയോ. അവരുടെ പ്രൗഡ് നേച്ചർ. അതുകൊണ്ട് തന്നെ നാം അതില് വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. രണ്ടാമത്, മോട്ടിവേഷൻ ഓഫ് ദ മോട്ടീവ് ഓഫ് ദ ടീച്ചിങ്. 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, അഞ്ചാമത്തെ വാക്യം നമുക്ക് ഇപ്പോൾ നോക്കാം. അഞ്ചാമത്തെ വാക്യം മാത്രം നോക്കാം. അവരെ തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. അവര് തർക്കങ്ങൾ ഉണ്ടാക്കുന്നവർ. അവയാൽ അസൂയ, ശണ്ഠ, ദൂഷണം, ദുസ്സംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു. വളരെ വ്യർത്ഥവാദം നമുക്കറിയാം. നമ്മുടെ കമ്മിറ്റികളിലും കൗൺസിലുകളിലും ഒക്കെ പലപ്പോഴും നടക്കുന്ന വാദങ്ങള് ഒരു ഗുണം ആർക്കും വരുത്തുന്നില്ല. വ്യർത്ഥവാദം ഉണ്ടാക്കും. പ്രത്യേകിച്ചും സഭയുടെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്താണ് ദുരുപദേശം കൂടുതൽ കയറി വരും. യഥാർത്ഥത്തിൽ സഭയെ ബാധിക്കുന്നത് അവിടെയൊക്കെയാണ്. അത് പിന്നീട് ഉപദേശ രംഗത്തേക്കും കയറി വരും. അപ്പോ അവരുടെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു. ഗോഡ്ലിനെസ് ഈസ് എ വേ ഫോർ ഫൈനാൻഷ്യൽ ഗെയിൻ. ദൈവഭക്തി ആദായ സൂത്രം. അത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ദൈവഭക്തി എന്നിവിടെ അർത്ഥമാക്കുന്നത് പ്രൊഫഷൻ ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത്. ക്രിസ്തീയ വിശ്വാസത്തെ ഒരു തൊഴിലായിട്ട് സ്വീകരിച്ച് പ്രസംഗിക്കുന്നവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യഥാർത്ഥ ദൈവഭക്തരെ കുറിച്ചല്ല പറയുന്നത്. തന്നെയുമല്ല, അവരുടെ ജീവിതം നോക്കിയാൽ അവർക്കൊരു വിശുദ്ധ ജീവിതവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച്, ദൈവിക ശക്തിയിൽ ആശ്രയിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നവരായിരിക്കില്ല. താഴോട്ട് വരുമ്പോൾ അത് പറയുന്നുണ്ട്. കവച്ചോസ്നെസ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെപ്പീൻ. ഗോഡ്ലിനെസ് വിത്ത് കണ്ടന്റ്മെന്റ് ഈസ് ഗ്രേറ്റ് ഗെയിൻ. അലംഭാവം എന്നുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അലം എന്നത് ഒരു സംസ്കൃത പദമാണ്. അലം എന്ന് പറഞ്ഞാൽ കോംപ്ലൈസൻസി എന്ന് പറഞ്ഞാൽ കോംപ്ലൈസൻസി എന്നുള്ളതിന്റെ അർത്ഥം അറിയാമല്ലോ. അതിനും അലംഭാവം എന്ന് ഉപയോഗിക്കും. അലംഭാവം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത് ചെയ്യാതെ നോക്കിക്കണ്ട് ഉത്തരവാദിത്വം ഇല്ലാതെ നിൽക്കുന്നതിനെ അലംഭാവം എന്ന് മലയാളത്തിൽ പറയും. പക്ഷെ ഇവിടെ അലം എന്ന് ഒരു സംസ്കൃത പദമാണ്. അലം എന്ന് പറഞ്ഞാൽ മതിയെന്ന്. അലംഭാവം എന്ന് പറഞ്ഞാൽ മതി, എനിക്ക് ഇത്രയും മതി, എനിക്കിത് കൂടുതൽ വേണ്ട. അതാണ് ഇവിടെ യഥാർത്ഥ അർത്ഥം. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പീൻ എന്ന് താഴെ പറയുന്നുണ്ട്. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി എന്ന് പറഞ്ഞാൽ എനിക്കിത് മതി, ഞാൻ ഉള്ളത് കൊണ്ട് സംതൃപ്തനാണ് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ദൈവഭക്തി ആദായമാണെന്ന്. ദാറ്റ് ഈസ് പ്രോഫിറ്റബിൾ. ഗോഡ്ലിനെസ് വിത്ത് കണ്ടന്റ്മെന്റ്, സംതൃപ്തനായിരിക്കുന്ന ഒരവസ്ഥ. പ്രത്യേകിച്ചും ക്രിസ്തീയ ശുശ്രൂഷകർക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്ന ഒരു കാര്യം, ഒന്നിലും സംതൃപ്തിയില്ല. അല്ലേ? ഒന്നിലും സംതൃപ്തിയില്ല. കിട്ടുന്നതിലും സംതൃപ്തിയില്ല. താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് സംതൃപ്തിയില്ല. ഉപയോഗിക്കുന്ന വാഹനത്തെക്കുറിച്ച് സംതൃപ്തിയില്ല. അല്ലെ, ആവശ്യങ്ങളെ നിറവേറ്റപ്പെടുന്നതിനെ കുറിച്ച് സംതൃപ്തിയില്ല. അതെപ്പോഴും വലിയ അപകടത്തിലേക്ക് നയിക്കും. അത് ദുരുപദേശത്തിലേക്ക് നയിക്കും. ഇവിടെ പറയുന്നത് ഈ ദുരുപദേശക്കാര് ആദായ സൂത്രമെന്ന്, ഫൈനാൻഷ്യൽ ഗെയിൻ എന്നുള്ളതാണ് അവരുടെ മോട്ടിവേഷൻ എന്നാണ് പറയുന്നത്. അല്ലേ? അവിടെ 5-ാമത്തെ വാക്യം അല്ലേ? 5-ാമത്തെ വാക്യം ഞാൻ ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാം. And who think that godliness is a means to financial gain. ദൈവഭക്തി, ഈ പ്രസംഗിക്കാൻ നടക്കുന്നതും ദൈവവചനം പഠിപ്പിക്കുന്നതും ദൈവവചന ശുശ്രൂഷയും ഒക്കെ എന്ന് പറയുന്നത് പണം നേടാനുള്ള ഒരു മാർഗമാണെന്ന് അത്തരക്കാർ ചിന്തിക്കുന്നു. പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ച് നോക്കിയാൽ
പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 4:11. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ. അലംഭാവം എന്ന് പറഞ്ഞാൽ മതി എന്ന ഭാവത്തോടെ, ഇത്രയും മതി. ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കും. അപ്പൊ ഇല്ലാത്തപ്പോഴും ഉള്ളപ്പോഴും എല്ലാം ഇത് മതി. ഇതുകൊണ്ട് വളരെ സംതൃപ്തനായിരിക്കാനായിട്ട് തനിക്ക് കഴിഞ്ഞു. അവിടെ പ്രത്യേകിച്ചും പറയുന്നത് ഫിലിപ്പിയിലെ സഭ തന്നെ വളരെ സാമ്പത്തികമായി സഹായിച്ച ഒരു സഭയാണ്. വീണ്ടും വീണ്ടും അവര് പൗലോസ് റോമയിലെ കാരാഗ്രഹത്തിലായിരുന്നപ്പോഴും തനിക്ക് സംഭാവന എപ്പഫ്രോദിത്തോസിന്റെ കയ്യിൽ കൊടുത്തയച്ച ഒരു സഭയാണ് ഫിലിപ്പിയിലെ സഭ. അപ്പൊ ഫിലിപ്പിയരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ കുറിച്ച് വീണ്ടും വിചാരിപ്പാൻ തുടങ്ങിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് ഉള്ള അവസ്ഥയിൽ താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ഇല്ലാതിരിപ്പാനും എല്ലാം എനിക്കറിയാം. ഞാൻ എല്ലാം ശീലിച്ചിരിക്കുന്നു. പൗലോസ് എപ്പോഴും തന്റെ അവസ്ഥയിൽ യഥാർത്ഥമായ ഒരു സംതൃപ്തിയുള്ള വ്യക്തിയായി. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥ സംതൃപ്തി എന്ന് പറയുന്നത് ശരിയായ ദൈവഭക്തിയിൽ നിന്നുള്ളവാകുന്നതാണ്. ഒരു വ്യക്തിക്ക് സംതൃപ്തി ഇല്ലെങ്കിൽ, പ്രത്യേകിച്ചും നമുക്കറിയാം ചിലരുടെ ജീവിതം ഒരു കംപ്ലൈന്റ് ബോക്സ് ആയിരിക്കും, അല്ലേ, ഒരു പരാതിപ്പെട്ടി പോലെ. അവർക്ക് എന്തോ കിട്ടിയാലും തികയത്തുമില്ല, ഒന്നിലും ഒരു സംതൃപ്തി. അവർ ദൈവഭക്തി ഒരു ആദായ സൂത്രമായിട്ട് കരുതും. യഥാർത്ഥ ദൈവഭക്തിയുടെ അടയാളം എന്ന് പറയുന്നത് ഏതവസ്ഥയിലും, ഇല്ലാത്തപ്പോഴും ഉള്ളപ്പോഴും ഒക്കെ സംതൃപ്തിയായിരിക്കുന്ന ഒരു അനുഭവമാണ്. മുട്ടൻ ഗീവർഗീസ് ഉപദേശി 101 വയസ്സുണ്ടായിരുന്നു, ഈയിടെ മരിച്ചു. അദ്ദേഹം വളരെ പട്ടിണിയുടെ നടുവിൽ എഴുതിയൊരു പാട്ടാണ്, അടലേറും ജീവിതമരുവിൽ തളരുകയോ ഇനി സഹജേ, കാർമുകിൽ ഏറെ കരേറിലും കാണുന്നില്ലേ മഴവില്ല് അതിന്മേൽ. ദൈവത്തിന്റെ ഉടമ്പടിയുടെ മഴവില്ല് ഈ കൂരിട്ടുള്ള അവസ്ഥയിലും കാണുന്നില്ലേ എന്ന്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 14 ദിവസം പട്ടിണിയായിരുന്ന സമയത്ത് വീട്ടിൽ ഇരുന്ന് എഴുതിയതാ, അടലേറും ജീവിതം അരുവിൽ നീ തളരുകയോ ഇനി സഹജം, കാർമുകിൽ ഏറെ കരേറിലും കാണുന്നില്ലേ മഴവിൽ. ദൈവത്തിന്റെ ഉടമ്പടിയുടെ വില്ല് നീ അവിടെ കാണുന്നില്ലേ. യഥാർത്ഥ സംതൃപ്തിയാണ് യഥാർത്ഥ ദൈവഭക്തിയുടെ അടയാളം. അതാണ് ഗോഡ്ലിനെസ് വിത്ത് കണ്ടന്റ്മെന്റ് ഈസ് ഗ്രേറ്റ് ഗെയിൻ എന്ന് പറയും. മലയാള പരിഭാഷയിൽ അല്പം ആശയക്കുഴപ്പം നമുക്ക് തോന്നിയേക്കാമെങ്കിലും അത് സംതൃപ്തിയായിരിക്കുന്നതാണ് വലിയ ആദായം, ദൈവസന്നിധിയിൽ വളരെ നന്മയായിരിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇന്ന് അനേകരുടെ ദശാംശം പിടിച്ചു പറിച്ചല്ലേ കൊണ്ടുവന്നതെല്ലാം സ്വോത്രകാഴ്ച ഇട്ടേര്, ദൈവം നിങ്ങളെ ഇരട്ടിയായിട്ട് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് അനേകരുടെ പണം പിടുങ്ങി, അല്ലേ, സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്ന അനേക അഭിവൃദ്ധിയുടെ പ്രവാചകന്മാരുള്ള ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അവരോടൊക്കെയുള്ള ദൂതാണ് അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് നൽകുന്ന ദൂത് ഈ കാലഘട്ടത്തിൽ, അല്ലേ, വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ചിലര് അഹംഭാവം കൊണ്ടും സ്വന്തം ബുദ്ധിയിലും കഴിവിലും ആശ്രയിച്ച് ദൈവവചനത്തെ കോട്ടിമാട്ടി അവരുടെ നുറുങ്ങു കഥകളും അവരുടെ ഉദാഹരണങ്ങളും കൊണ്ട് യഥാർത്ഥ സുവിശേഷത്തിൽ നിന്ന് അതിനെ വഴിതിരിച്ചു വിടുന്ന അനേകരുണ്ട്. സത്യസുവിശേഷം പ്രസംഗിക്കാത്തവരുണ്ട്, സത്യസുവിശേഷത്തെ മറച്ചു വെക്കുന്നവരുണ്ട്, വെറും മോട്ടിവേഷണൽ സ്പീച്ചായിട്ട് മാത്രം ദൈവവചനത്തെ കൈകാര്യം ചെയ്യുന്നവർ. ഒരു കൂട്ടർ പ്രോസ്പെറിറ്റി കൊടുക്കാമെന്ന് പറഞ്ഞ് ജനത്തിന്റെ പൈസ കൊള്ളയടിക്കുന്നവർ. അങ്ങനെയൊക്കെയുള്ള അനേക തരം ദുരുപദേശങ്ങൾ എല്ലാം സാത്താന്റെ പദ്ധതികൾ തന്നെ. യഥാർത്ഥ സുവിശേഷം പറയാതിരിക്കുന്നതും മനുഷ്യനെ കൊള്ളയടിക്കുന്ന വിധത്തിൽ, അല്ലേ, അവർക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകാമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ദൈവം 1 വെച്ചാൽ 10 കൊടുക്കുന്ന ദൈവമാണെന്നൊക്കെയുള്ള നിലയിൽ പഠിപ്പിക്കുന്നതും എല്ലാം യഥാർത്ഥ വചനത്തിൽ നിന്ന് വിട്ടുമാറുന്നത്. തുടർന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഇവിടെ കവറ്റ്യസ്നെസ്സിനെ കുറിച്ച് കുറച്ചുകൂടെ പറയുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലനെ തീമോഥെയോസിനെ ഓർപ്പിക്കുകയാണ്, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടണം, ഈ ദ്രവ്യാഗ്രഹം വിട്ടോടണം, നിന്റെ ശുശ്രൂഷയിൽ അത് ഉണ്ടാകുവാനായിട്ട് പാടില്ല.
12-ാമത്തെ വാക്യത്തിൽ പറയും. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും വലിയൊരു മുന്നറിയിപ്പ് നൽകുന്നതായിട്ടുള്ള ലേഖനമാണ് തീമോഥെയോസിന്റെ ലേഖനം എന്ന് പറയും. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് സമകാലിക പ്രസക്തിയുള്ള ക്രിസ്തീയ ഗോളത്തിൽ നടക്കുന്നതായിട്ടുള്ള വിവിധ തരം പല വേഷങ്ങളിൽ വരുന്ന ദുരുപദേശങ്ങളെ ഒരുപോലെ അഡ്രസ് ചെയ്യുന്ന ഒരു ലേഖനമാണ് തീമോഥെയോസിന്റെ ലേഖനം. ദൈവത്തിന്റെ സഭയിൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ നടക്കണം, ദൈവത്തിന്റെ സഭ എങ്ങനെ നടത്തപ്പെടണം, വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നിങ്ങനെയുള്ള വ്യക്തമായ ഉപദേശങ്ങൾ നൽകുന്നതായിട്ടുള്ള ലേഖനമാണ് തീമോഥെയോസിന്റെ 1-ാം ലേഖനം. പ്രത്യേകിച്ച് ലേഖനങ്ങളെല്ലാം തന്നെ അത് നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതത്തിന് മാർഗനിർദ്ദേശങ്ങളായിരിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കും.